ഇത്തവണ കുറിച്ച് മയത്തോടെയാണ് അവൻ പറഞ്ഞത്. അതോടെ മായയ്ക്ക് അല്പം കോൺഫിഡൻസ് തോന്നി. അതെ സാർ, വാസ്തവത്തിൽ സെയിൽസ് ടീമിന്റെ ഒരു പരാതിയാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. അവർക്കൊരു വലിയ ക്ലയന്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ക്ലയന്റിന് ആവശ്യമുള്ളത്ര CCTV ക്യാമറകൾ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. മായ പതുക്കെ പറഞ്ഞു. കൈവശമില്ലെങ്കിൽ ഉണ്ടാക്കണം. അതിപ്പോ പുതിയത് നമ്മുടെ യൂണിറ്റിൽ നിർമ്മിക്കുകയോ വളരെ അത്യാവശ്യമെങ്കിൽ കുറഞ്ഞ ചെലവിൽ മറ്റെവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കുകയോ ചെയ്യണം. ഇതിലിത്ര ചോദിക്കാൻ എന്താ ഉള്ളത്? അബി ചോദിച്ചു. സാർ, നമ്മുടെ കയ്യിൽ ഇതിനൊന്നുമുള്ള ഫണ്ടില്ലല്ലോ. സാറ് പറഞ്ഞതുപോലെ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ലോൺ അപേക്ഷിക്കണം. കാരണം ഈ ക്ലയന്റിനെ നഷ്ടപ്പെട്ടാൽ പിന്നെ കമ്പനി പൂട്ടിപ്പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മായ മനസ്സിൽ അടക്കി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം മടിച്ചുകൊണ്ട് പറഞ്ഞു. നേരത്തെ റിപ്പോർട്ടുകളെല്ലാം കണ്ടതിന് ശേഷവും അഭിനവിനും കമ്പനിയുടെ ഈ ദുരവസ്ഥ മനസ്സിലായി. പക്ഷെ ലോണിന്റെ പേര് കേട്ടതും അവന് വളരെ വിചിത്രമായി തോന്നി. ലോണിനെന്തിനാണ് അപേക്ഷിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പ്രശ്നം ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. അഭിനവന്റെ ഈ വാക്കുകൾ കേട്ടതും മായയുടെ മുഖം വിളറി. ഈ പുതിയ മാനേജർ ഇത്രയും പണം എവിടെ നിന്ന് കൊണ്ടുവരുമെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. മായയുടെ മുഖത്തെ കൺഫ്യൂഷൻ കണ്ടപ്പോൾ അവൾ ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് അബി ഊഹിച്ചു. അതായത്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. ലോണിനൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് ഒരുപാട് വൈകും. ചിലപ്പോൾ കസ്റ്റമറെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കാന്നാ പറഞ്ഞത്. എത്ര രൂപ ഏകദേശം വരും എന്നതിന്റെ ഒരു എസ്റ്റിമേറ്റ് എനിക്ക് കിട്ടണം. അഭിനവ് ഉടൻ തന്നെ അവൻ പറഞ്ഞത് തിരുത്തി പറഞ്ഞു. ശേഷം അവൻ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി. മായ അവൻ പോകുന്നത് നോക്കി നിന്നു. ഈ പുതിയ മാനേജറുടെ പെരുമാറ്റം അവൾക്ക് വിചിത്രമായി തോന്നി. അലീനയെ കാണാൻ വേണ്ടിയായിരുന്നു അബി അവിടെ നിന്ന് ഇറങ്ങിയത്. അവൾ അയച്ചു കൊടുത്ത ലൊക്കേഷൻ പ്രകാരം ആ സ്ഥലത്തേക്ക് അബി തന്റെ കാറിൽ തിരിച്ചു. അത് വാസ്തവത്തിൽ ഒരു സിനിമാ ഹാളായിരുന്നു. സിനിമാ ഹാളിന്റെ പാർക്കിങ്ങിലെത്തി അഭിനവ് ഗേറ്റ് തുറന്നതും കുറച്ചകലെ വൈഷ്ണവിയും മറ്റൊരാളും ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. ആ നിമിഷം തന്നെ അവർ പരസ്പരം കണ്ടുമുട്ടി. വൈഷ്ണവി ആദ്യം അവനെ കണ്ട് അത്ഭുതപ്പെട്ടു. പിന്നെയാണ് അവന്റെ കാറിലേക്ക് അവൻ നോക്കുന്നത്. അവന്റെ കാറ് കണ്ട് അവൾ ചിരിക്കാൻ തുടങ്ങി. അവൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നതെന്ന് അഭിനവിന് ഊഹിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അവൻ അവളെ അവഗണിച്ച് സിനിമാ ഹാളിന്റെ പ്രവേശന കവാടത്തിലേക്ക് നടന്നു. വൈഷ്ണവി തന്റെ പിന്നാലെ വരുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവളുടെ കൂടെ ദേവനുമുണ്ട്. എന്നാൽ അവരെ മൈൻഡ് ചെയ്യാതെ അവൻ മുന്നോട്ട് നടന്നു. ഇപ്പൊ സിനിമാ തിയേറ്ററിൽ ഇരുന്നും ആളുകൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, കണ്ട അലവലാതി ഡെലിവറി ബോയ്മാരൊക്കെ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത്. ദേവൻ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അഭിനവന് അവൻ തന്നെയാണ് പരിഹസിച്ചെന്ന് മനസ്സിലായി. പക്ഷെ അബി അവനെ തിരിഞ്ഞു നോക്കിയില്ല. നേരെ അകത്തേക്ക് പോയി. വൈഷ്ണവിയും ദേവനും വിടാതെ അവന്റെ പിന്നാലെ ചെന്നു. സെക്യൂരിറ്റി എല്ലാവരുടെയും ടിക്കറ്റുകൾ പരിശോധിക്കുകയായിരുന്നു. അഭിനവന്റെ കൈവശം ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് ഇല്ലാതെ ഉള്ളിലേക്ക് പ്രവേശിക്കാനും കഴിയില്ല. അതുകൊണ്ട് അവൻ ഒരു വശത്തേക്ക് മാറി നിന്ന് അലീനയെ വിളിക്കാൻ തുടങ്ങി. ദേവൻ അവൻ ഇങ്ങനെ ഒരു മൂലയിൽ ഫോൺ ചെയ്ത് കണ്ട് നിൽക്കുന്നത് ശ്രദ്ധിച്ചു. ടിക്കറ്റ് കൗണ്ടർ പിന്നിലാണ് മോനെ. ഇതുപോലുള്ള വലിയ സിനിമാ തിയേറ്ററിലൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? ദേവന്റെ കൈകളിൽ കൈകോർത്ത് വൈഷ്ണവി അഭിനവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. ഒരു സിനിമ കണ്ടിട്ട് കുറെ നാളായി, അഭിനവ് പറഞ്ഞു. അവൻ ഒരു നിമിഷം വൈഷ്ണവി നോക്കി. പിന്നെ ഫോണിലേക്ക് നോക്കി. അലീനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അതുകൊണ്ട് അഭിനവ് ഇപ്പോൾ അവൾക്ക് മെസ്സേജ് അയക്കായിരുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അല്ല, നിന്റെ ജീവിതം എങ്ങനെ പോകുന്നു? അനന്യമേനനെയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്? വൈഷ്ണവി വീണ്ടും ചോദിച്ചു. അതൊക്കെ എന്ത് ചോദ്യാ മോളൂ? പുളിക്കൊമ്പിലല്ലേ കയറി പിടിക്കുന്നത്. അതുകൊണ്ട് ജീവിതം വളരെ നന്നായിരിക്കില്ലേ? ദേവൻ ഇടയ്ക്ക് പറഞ്ഞു. ശരിയാ, ഇപ്പോൾ അനന്യാണ് ഇവനെ പോറ്റുന്നത്. ഈ സ്യൂട്ടും അവൾ തന്നെ സമ്മാനിച്ചതായിരിക്കും. പക്ഷെ ഈ പാവത്തിന് ഇന്ന് ടിക്കറ്റ് വാങ്ങാൻ പോക്കറ്റ് മണി നൽകാൻ മറന്നുപോയെന്ന് തോന്നുന്നു, വൈഷ്ണവി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് ദേവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അഭിനവ് ദേവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഈ സൂട്ട് ഞാനെന്റെ പണം കൊടുത്തു വാങ്ങിയതാണ്. തൽക്കാലം എന്റെ ആവശ്യത്തിന് ഞാൻ മറ്റാരുടെയും കാലു പിടിക്കാറില്ല, അഭി വൈഷ്ണവിയെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ശരിയാ ദേവ, ചിലപ്പോ അവൻ തന്നെ വാങ്ങിച്ചതാവും. വിക്രം സാറിന്റെ കമ്പനിയിൽ എന്തോ ചെറിയ ജോലി ഒപ്പിച്ചെടുത്തു എന്ന് ഞാൻ കേട്ടു. പക്ഷേ അപ്പ കിട്ടിയ പണത്തിന് മുഴുവൻ കോട്ട് വാങ്ങിയിട്ടത് കഷ്ടമായില്ലേ? ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുമല്ലേ, ഇനി എന്തു ചെയ്യും? അവൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അഭിനവ് അത് കേട്ട നിമിഷം അത്ഭുതപ്പെട്ടു. അവന്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം എല്ലാവരും ഇത്ര പെട്ടെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് അവന് മനസ്സിലായില്ല. ഈ സമയം അലീനയുടെ മെസ്സേജ് വന്നു. ട്രാഫിക്കിൽ കുടുങ്ങിയതിനാൽ അവൾ വരാൻ ഇനിയും കുറച്ച് സമയം കൂടി എടുക്കുമെന്നായിരുന്നു മെസ്സേജ്. വരൂ ഡാർലിംഗ്, നമ്മുടെ ഷോയുടെ സമയമായി. ഓക്കെ ദേവൻ, നമ്മുടെ ടിക്കറ്റുകൾ? വൈഷ്ണവി ചോദിച്ചു. അതിന്റെ ആവശ്യമില്ല,
മുഴുവൻ ഹാളും ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. നമ്മൾ രണ്ടുപേരും ഒഴികെ ഫീലിംഗ് കാണാൻ ആരും ഉണ്ടാവില്ല. ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് വൈഷ്ണവി നോക്കി പറഞ്ഞു. അത് കേട്ടതും വൈഷ്ണവിക്ക് സന്തോഷമായി. അവൾ തല ഉയർത്തി അഭിനവിനെ നോക്കി. കേട്ടോ അഭിനവ്, ഈ ഷോയുടെ ഫുൾ ഹാൾ ദേവൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. വൈഷ്ണവി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അഭി ദേഷ്യത്തോടെ ദേവന്റെ അരികിലേക്ക് നടന്നു. ഇതുപോലുള്ളവർക്ക് വേണ്ടി പണം വാരിക്കോരി ചെലവാക്കുമ്പോൾ ഒരു കാര്യം നീ മറക്കണ്ട. നിന്നേക്കാൾ ബെറ്റർ ഓപ്ഷൻ വന്നാൽ അവൾ അങ്ങോട്ട് ചാടും. പിന്നെ അതും ഓർത്തോണ്ട് എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കേണ്ടി വരും. ഇത് ചെറിയൊരു ഉപദേശമായി കരുതിയാൽ മതി. അഭിനവ് ദേവനോട് ദേഷ്യത്തോടെ പറഞ്ഞു. ദേവൻ ഇത് കേട്ട് ദേഷ്യം വന്നു. അവൻ കൈ ഉയർത്തി അഭിനവിന്റെ കോളർ പിടിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് സൂട്ട് ധരിച്ച ഒരു മനുഷ്യൻ അവരുടെ അടുത്തേക്ക് വന്നു. ക്ഷമിക്കണം, നിങ്ങൾ വഴക്ക് കൂടണമെങ്കിൽ ദയവായിട്ട് പുറത്തേക്ക് പോയിക്കോളൂ. സിനിമ ഹാളിന്റെ പരിസരത്ത് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ മനുഷ്യൻ പതുക്കെ പറഞ്ഞു. നിങ്ങളാരാണ്? ദേവൻ അയാളെ നോക്കി ചോദിച്ചു. ഞാൻ ഈ സിനിമാ ഹാളിന്റെ ഉടമയാണ്, ലോകേഷ് കുമാർ. ആ മനുഷ്യനൊരു ചെറിയ പുഞ്ചിരിയോടെ സ്വയം പരിചയപ്പെടുത്തി. നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. പക്ഷെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് മുഴുവൻ ഇവനാണ്. വെറും ഒരു ഡെലിവറി ബോയാണ്. എന്നാലും അവന്റെ അഹങ്കാരം നോക്ക്. ദേവൻ ഉടനെ തന്നെ എല്ലാ കുറ്റവും അഭിനവിന്റെ മേൽ ചുമത്തി. ഇവൻ കുറെ നേരം ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു. അവന്റെ കൈവശം ടിക്കറ്റ് പോലുമില്ല. ദേവൻ പറഞ്ഞത് കേട്ട് അഭിനവ് അവനെ നോക്കി. മിണ്ടാതെ പോവുകയായിരുന്ന അവനെ അവർ രണ്ടുപേരും ചേർന്നാണ് ശല്യപ്പെടുത്താൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ അതേ അവർ തന്നെയാണ് കുറ്റം പറയുന്നത്. സാർ, ടിക്കറ്റ് ഇല്ലെങ്കിൽ ദയവായി പുറത്തു പോകൂ, ലോകേഷ് കർക്കശമായി അഭിനവിനോട് പറഞ്ഞു. അത് കേട്ട് അഭിനവിന്റെ രക്തം തിളച്ചു. ദേവന്റെ പരാതി കേട്ട് സിനിമാ ഹാളിന്റെ ഉടമയായ ലോകേഷ് അഭിനവനോട് ഉച്ചത്തിൽ അവിടെ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അപ്പോൾ കോപത്താൽ അഭിനവ് മുഷ്ടി ചുരുട്ടി. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. ഒന്നാമത്, ഞാൻ ഇവരെ ശല്യപ്പെടുത്തുന്നില്ല. ഇവരാണ് എന്നെ ശല്യപ്പെടുത്തുന്നത്. രണ്ടാമതായി, ഞാൻ ടിക്കറ്റ് ഇല്ലാതെ അല്ല ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിനെ കാത്തു നിൽക്കുകയാണ്. ദേവനെ നോക്കി അഭിനവ് പറഞ്ഞു. കാത്തിരിക്കുന്ന വെയിറ്റിംഗ് റൂമാണെന്ന് കരുതിയോ? താൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു പോയിട്ട് കാത്തിരിക്കണം മിസ്റ്റർ അഭിനവ് രജപുത്ര. വൈഷ്ണവി അഭിയോട് പറഞ്ഞു. നീ പറഞ്ഞു വളരെ കറക്റ്റാ. ഇവന്റെ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവൻ ഇപ്പം നിൽക്കുന്നത് ഇവന്റെ അച്ഛൻ്റെ സിനിമാ തിയേറ്ററിലാണെന്നാ. അതുമാത്രമല്ല, ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വന്നവരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നു. ദേവൻ വൈഷ്ണവിയുടെ വാക്കുകൾക്ക് പിന്തുണ നൽകി. എന്താണെന്ന് നീ പറഞ്ഞത്? നിനക്കെന്തെങ്കിലും പറയാനാണെങ്കിൽ എന്നെ പറയടാ. ചുമ്മാ എന്തിനാ എന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നത്? അഭിനവ് ദേവന്റെ കോളറിൽ കയറി പിടിച്ചു. ദേവനും ദേഷ്യത്തോടെ അഭിനവിന്റെ കഴുത്തിൽ പിടിക്കാൻ പോയപ്പോൾ ലോകേഷ് ദേവനെ പിന്നിലേക്ക് തള്ളി മാറ്റി. സാർ, ഇതെന്താ ഈ ചെയ്യുന്നത്? ആളുകൾ നോക്കി നിൽക്കല്ലേ? ലോകേഷ് ദേവനോട് ചോദിച്ചു. അത് കേട്ട് ദേവൻ സ്വയം നിയന്ത്രിച്ചു. നിങ്ങളൊക്കെ ആരായാലും ശരി, എന്റെ സിനിമാ ഹാളിന്റെ മുന്നിൽ വെച്ച് ഇതുപോലെ വഴക്കിടാൻ ഞാൻ സമ്മതിക്കില്ല. ലോകേഷ് ദേവനോട് ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവിനെ നോക്കി. അല്ല, ഇടയ്ക്കവനൊരു പേര് പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങളാണോ അഭിനവ് രജപുത്ര? അയാൾ അഭിയെ നോക്കി ചോദിച്ചു. അതെ, അഭിനവ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ലോകേഷിന്റെ മുഖം അത് കേട്ടതോടെ പ്രസന്നമായി. പെട്ടെന്ന് ദേവൻ അയാളുടെ മുന്നിൽ കയറി നിന്നു. മിസ്റ്റർ, ഞാൻ ഈ ഷോയ്ക്കൊരു ഹാള് മുഴുവൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നിങ്ങളിപ്പോൾ എന്നോട് മോശമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പ്രീമിയം കസ്റ്റമറാണ്, അത് മറക്കരുത്. ഇവനെ പോലുള്ളവരെ എത്രയും പെട്ടെന്ന് പുറത്താക്കി ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി തരണം. ദേവൻ ലോകേഷിനോട് ദേഷ്യപ്പെട്ടു. അത് കേട്ടതും ലോകേഷിനെ നെറ്റി ചുളിഞ്ഞു. ഒരു സെക്കൻഡ് സാർ, ഏത് തിയേറ്റർ ബുക്ക് ചെയ്തെന്നാണ് സാറ് പറയുന്നത്? ഇന്നത്തെ ലാസ്റ്റ് ഷോയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം ഞങ്ങളുടെ തിയേറ്ററിൽ പുറത്തുനിന്നുള്ള ഒരു കസ്റ്റമർക്കും ബുക്കിംഗ് കൊടുത്തിട്ടില്ല, ലോകേഷ് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? ഇന്നലെ വൈകുന്നേരം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ദേവൻ വിട്ടുകൊടുക്കാതെ വാദിച്ചു. സാർ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്ന് ഈ തിയേറ്റർ മറ്റൊരാൾക്ക് വേണ്ടി വളരെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ അത് മാറ്റി നിങ്ങൾക്ക് ഇന്നലെ ബുക്ക് ചെയ്തു തരുന്നത്? എന്തെങ്കിലും ടെക്നിക്കൽ എറർ വന്നതായിരിക്കും. സാർ, വിഷമിക്കണ്ട. നിങ്ങളുടെ ബുക്കിംഗ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിട്ടുണ്ടാവും. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പണവും റീഫണ്ടായി ലഭിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിന് ഞങ്ങൾ നഷ്ടപരിഹാരവും തരും. ഓക്കെ? ലോകേഷ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വീണ്ടും അഭിനവിനെ നോക്കി. റീഫണ്ട്, നഷ്ടപരിഹാരം എന്നൊക്കെ കേട്ടപ്പോൾ ദേവന് അഭിനവിന്റെ മുന്നിൽ താൻ ചെറുതാകുന്നത് പോലെ തോന്നി. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ തിയേറ്റർ ബുക്ക് ചെയ്തിരിക്കുന്നത്? അയാളുടെ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ താ. ഞാൻ അയാൾക്ക് ഇരട്ടി പണം കൊടുക്കാം. പക്ഷേ ഇന്നത്തെ ബുക്കിംഗ് എൻ്റേതായിരിക്കണം.